കുറച്ച് കൂർക്ക ഇന്ന് പറിച്ചു. ഒരുപാടൊന്നും പറിച്ചില്ല, നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം, അടുക്കളയിലേക്കുള്ള ആവശ്യത്തിന് വേണ്ടി മാത്രം. ഇനിയുമുണ്ട് പറിക്കാൻ. കുറേശ്ശെ പറിച്ച് കറി വെക്കാമെന്ന് വിചാരിക്കുന്നു. ഒരുപാടൊന്നും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ വർഷം ഇതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതലുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. കാര്യമായിട്ട് വളമൊന്നും ചെയ്യാത്തത് കൊണ്ടും പരിപാലന കുറവായതുകൊണ്ടുമായിരിക്കാം ഒരു പക്ഷേ ഇപ്രാവശ്യം കുറഞ്ഞു പോയത് കൂർക്ക. ഇനിയുള്ള ശ്രമകരമായ പണിയെന്ന് പറയുന്നത് അത് ചിരണ്ടുക എന്നുള്ളതാണ്. അതാണ് ഈ കൂർക്കയിലുള്ള ഏറ്റവും വലിയൊരു ഇതെന്ന് പറയുന്നത്. എന്തായാലും നമ്മുടെ ആവശ്യത്തിന്, നമ്മുടെ കൊതിക്ക് പ്രവാസിയായ നമ്മളെപ്പോലുള്ളവർക്ക് എന്താ പറയുക, ഒരു കറി നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പറിച്ച് കഴിക്കുമ്പോൾ ഉള്ള ഒരു ചാരിതാർത്ഥ്യം, ഒരു മനസ്സുഖം, അത് വേറെ ഒന്ന് തന്നെയല്ലേ. അപ്പം കൂർക്ക പറിച്ചു. ഇനിയുമുണ്ട്, ഈ കാണുന്നതെല്ലാം പറിക്കാനുള്ളതാണ്. ഒരുപാടൊന്നുമില്ല കാര്യമായിട്ട് പറിച്ച് കഴിയുമ്പോൾ കേട്ടോ ഇപ്രാവശ്യം. പിന്നെ ഇത് നമ്മുടെ ചുവന്ന ചീര നന്നായി പൂത്തിരിക്കുന്നു. പൂക്കുന്നതിന് മുമ്പ് വെട്ടിക്കറി വെക്കേണ്ടതാണ് ആക്ച്വലി. ഇത് നമ്മുടെ മങ്കി പ്ലാന്റ്, മങ്കി ടെയിൽ എന്നൊക്കെ പറയും കേട്ടോ അതിന്. അത് കാക്ടസ് വിഭാഗത്തിൽപ്പെടുന്നൊരു ചെടിയാണ്. അതിങ്ങനെ ഹാങ്ങിങ് ആയിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. അങ്ങനെ ഈ ചീരയുടെ അരി വീണ് തന്നെ ഉണ്ടല്ലോ, നമ്മളിത് പാകേണ്ട ആവശ്യമില്ല. ചീര എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അരി വീണ് തന്നെ ആ ഒരു ഏരിയ മുഴുവൻ ചീരയായിരിക്കും. പിന്നെ വിൻ്ററിൻ്റെ പിടിയിലാണിപ്പോൾ ഞങ്ങൾ. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഇവിടെ വിൻ്ററാണ് ബ്രിസ്ബണിൽ, ഓസ്ട്രേലിയയിൽ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ നമുക്ക് കാര്യമായിട്ടുള്ള കൃഷികളിൽ വ്യാപൃതനാകാൻ പറ്റും. അപ്പോൾ അതുവരെ എന്തെങ്കിലുമൊക്കെ പ്ലാന്റ് ചെയ്യുക, ചെറുതായിട്ട് മണ്ണിളക്കുക, അങ്ങനെ ചെറിയ ചെറിയ കലാപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകണം. സെപ്റ്റംബർ തൊട്ട് നമുക്ക് എന്തെങ്കിലും കൃഷി ഇറക്കുകയോ വിളവ് കിട്ടി തുടങ്ങുകയൊക്കെ ചെയ്യും. ഒക്ടോബറൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് അത്യാവശ്യം വെണ്ടയ്ക്ക, പാവയ്ക്ക ഇത്യാദി സാധനങ്ങളൊക്കെ നമുക്ക് ചെറിയ തോതിൽ വിളവെടുക്കാൻ പറ്റും. ഇത് സൂര്യകാന്തി. ഇപ്രാവശ്യം ഒരുപാട് കാട്ടുപക്ഷികളുടെ ശല്യമൊന്നും ഉണ്ടായില്ല. ഇത് ഞാൻ സ്ട്രോബെറി പ്ലാന്റ് നട്ടതാണ്. ഇത് നമ്മുടെ എക്സിസ്റ്റിംഗ് പ്ലാന്റുകളാണ്. ഈ ടവർ ടൈപ്പ് ഇതിലും ഞാൻ സ്ട്രോബെറി പ്ലാന്റാണ് നട്ടിരിക്കുന്നത്. ഇത് ആദ്യത്തെ പരീക്ഷണമാണ്. നട്ട് നോക്കട്ടെ. ആ ഒരു ടവറിൽ തന്നെ നമുക്കൊരു 21 മുതൽ 25 വരെ പ്ലാന്റ് ചെയ്യാൻ പറ്റും. അതൊരു അഡ്വാൻറ്റേജ് ആണല്ലോ. പിന്നെ ഇത് നമ്മുടെ